ഹലോ, എല്ലാവർക്കും നമസ്കാരം. KFC അഥവാ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ, ഈ പേര് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും മാത്രമല്ല നിങ്ങളെല്ലാവരും KFC കഴിച്ചിട്ടും ഉണ്ടാകും. ഈ KFC വർഷങ്ങൾക്ക് മുമ്പ് ചൈന മാർക്കറ്റിലേക്ക് കാലുകുത്തിയ സമയം, അവരുടെ ആ KFC ഔട്ട്ലെറ്റിലേക്ക് ആളുകളെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിൻ്റെ നിയമനം, ആ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 24 പേരാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത്. ആ പങ്കെടുത്തവരിൽ 23 പേർ ആ ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്യപ്പെടുകയും അവിടെ ജോലിക്ക് കയറുകയും ചെയ്തു. ഒരാൾ മാത്രം തിരസ്കരിക്കപ്പെട്ടു. അന്ന് ആ ഇൻ്റർവ്യൂ ബോർഡ് മെമ്പർമാർ കണ്ടെത്തിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, KFCയിൽ ജോലി ചെയ്യാനുള്ള ഒരു പക്വത ഇയാൾക്ക് വന്നിട്ടില്ല. ഹീസ് നോട്ട് കേപ്പബിൾ ഓഫ് വർക്കിംഗ് വിത്ത് KFC. അതിനുള്ള ഒരു പാകത ഇയാൾക്ക് വന്നിട്ടില്ല. ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഭാഗമാകാനുള്ള യോഗ്യതൊന്നും ഇയാൾക്കില്ല. അതുകൊണ്ട് യു ആർ റിജക്റ്റഡ് എന്ന് പറഞ്ഞ് ഇയാളെ പുറത്താക്കുകയാണ്. അന്ന് 24 പേരിൽ ഒരാളായിട്ട് ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും എന്നാൽ 23 പേർ സെലക്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ താൻ മാത്രം തിരസ്കരിക്കപ്പെടുകയും ചെയ്ത ആ ഒരു വ്യക്തി, അവിടുന്ന് അദ്ദേഹം ഒരു വളരെ വിഷമത്തോടു കൂടി പുറത്തിറങ്ങി പോവുകയാണ്. പക്ഷേ ചരിത്രം അവിടെ അവസാനിക്കുകയായിരുന്നില്ല, പുതിയൊരു ചരിത്രം അവിടെ പിറകിയെടുക്കുകയായിരുന്നു. ആ വ്യക്തി, ആ 24-മനാണ് പിൽക്കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് കമ്പനികളിൽ ഒന്നായ ആമസോണിന് പോലും വലിയ ഒരു ടഫ് കൊടുത്ത, മാർക്കറ്റിൽ വലിയൊരു കോമ്പറ്റീറ്ററായിട്ട് വളർന്ന, ഇന്നും പടർന്ന് പന്തലിച്ച് വലിയ രീതിയിൽ വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന അലിബാബ എന്ന കമ്പനിയുടെ സ്ഥാപകനായി മാറിയത്. ഇത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ജാക്ക് മാ. നമുക്കെല്ലാവർക്കും അറിയാം ജാക്ക് സ്റ്റോറി, അല്ലേ? അലിബാബ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങളിൽ പലരും ചിലപ്പം അലിബാബയിലൊക്കെ പല സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടാക്കാം. ഇന്ന് ഏറ്റവും വില കുറഞ്ഞ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അലിബാബ. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ വളരെ സജീവമായിട്ട് ഒരുപാട് ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെയാണ് അലിബാബ എന്ന് പറയുന്നത്. ഈ അലിബാബയുടെ സ്ഥാപകനായിട്ടുള്ള ജാക്ക് മയുടെ ജീവിതകഥ പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ആ പുസ്തകം വായിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ആ പുസ്തകമാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അലിബാബ, എ ഹൗസ് ദാറ്റ് ജാക്ക് മാ ബിൽറ്റ് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. എങ്ങനെയാണ് അന്നത്തെ ആ തിരസ്കൃതനായ ചെറുപ്പക്കാരൻ തൻ്റെ ആത്മധൈര്യം വീണ്ടെടുക്കുകയും വളരെയധികം ഉന്മേഷത്തോടു കൂടിയും ഉത്സാഹത്തോടു കൂടിയും വാശിയോടു കൂടിയും വീണ്ടും പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ കർമ്മമേഖലയിലേക്ക് തിരിച്ചു കയറി വന്ന് വലിയൊരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അദ്ദേഹം ആ തുടക്കം തൊട്ട്, തൻ്റെ ചെറുപ്പകാലം തൊട്ട് ഇന്നേ വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത കഥ വളരെ രസകരമായ രീതിയിൽ, ഏറ്റവും ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ, ഓരോ പേജിലും ആവേശം നിറച്ചുകൊണ്ട് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ. അപ്പോൾ ഡങ്കൻ ക്ലാർക്ക് എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. സംരംഭകത്വം സ്വപ്നം കാണുന്ന, അല്ലെങ്കിൽ സ്വയം ഒരു സംരംഭകനാവണം, ഒരു ബിസിനസ് ലോകത്തേക്ക് തൻ്റെതായിട്ടുള്ള ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ ചെറുപ്പക്കാർക്കും വായിക്കാവുന്ന പുസ്തകം തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് വാങ്ങി വായിക്കണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം ഹൗ ജാക്ക് മാ വാസ് ബിൽറ്റ്. ജാക്ക് മാ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ നിർമ്മാണത്തിൻ്റെ പിന്നിലുള്ള അണിയറ കഥകൾ മുതൽ എങ്ങനെയാണ് ജാക്ക് മാ എന്ന് പറയുന്ന ആ ഒരു തീപ്പൊരിയുള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ മുമ്പിൽ രൂപപ്പെട്ട് വന്ന് ഇന്നിങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന് എങ്ങനെയാണ് അലിബാബ എന്നുള്ള ആശയം തോന്നിയത്, അതിലേക്കുള്ള ഫണ്ട് സമാഹരണങ്ങളും മറ്റും അദ്ദേഹം എങ്ങനെയാണ് കണ്ടെത്തിയത്, എന്ത് സ്ട്രാറ്റജിയാണ് അത് ഉപയോഗിച്ചത്. ഇപ്പോൾ ഇന്ന് ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത്, ഇപ്പോഴും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അദ്ദേഹം എന്തെല്ലാം ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ മറികടക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ്, ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ്. മാത്രമല്ല ഈ ഒരു സംരംഭക യാത്രയിൽ അദ്ദേഹം അതിജീവിച്ച ഒരുപാട് കടമ്പകളുണ്ട്. എന്തെല്ലാമായിരുന്നു ആ പ്രശ്നങ്ങൾ, അതിനെല്ലാം എങ്ങനെയാണ് അദ്ദേഹം ഓവർകം ചെയ്തത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഓരോ പേജിലൂടെയും വായിച്ച് നോക്കുമ്പോൾ നമുക്കിങ്ങനെ വളരെ പൾസേറ്റിംഗ് ആയിട്ട് അടുത്തതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയോട് കൂടിയാണ് നമ്മളിത് വായിച്ച് തീർക്കുക. എന്തായാലും ഒരു പുസ്തകം വായിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും ഒരു 2 വർഷത്തെ MBA കോഴ്സ് പാസ്സായാലും കൂടുതൽ അറിവാണ് നമുക്ക് ഈ ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ആവേശത്തോടു കൂടിയും അതിയായ ഉത്സാഹത്തോടു കൂടിയും ഞാൻ വായിച്ചു തീർത്തൊരു പുസ്തകങ്ങളിലൊന്നാണ് അലിബാബയുടെ ഈ ആത്മകഥ. 24 പേരിൽ ഒരാളായി പങ്കെടുത്തിട്ട് അതിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടു പോയൊരു ബാലൻ പിന്നീട് KFCയെ പോലെ തന്നെ ഒരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയായിട്ട് അവരോളം ഉയർന്ന ഒരു സാഹചര്യം എത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു ചരിത്രം തന്നെയാണ്. ആ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും പുസ്തകം ഒന്ന് വാങ്ങി വായിച്ചു നോക്കുക. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഈ പുസ്തകം അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു വലിയൊരു പ്രചോദനം തന്നെയായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു പുസ്തകത്തിൻ്റെ റിവ്യൂവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.